തംബ്നെയിലിൽ കണ്ട പോലെ തന്നെയാണ് എന്താണ് SEO. അതായത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് SEO എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ SEO കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് SEO എന്ന് വെച്ചാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നതാണ്. അതായത് നമ്മുടെ വീഡിയോ കൂടുതൽ പേർക്ക് റെക്കമെൻഡേഷനിലേക്കും അതുപോലെ സെർച്ചിലേക്കും എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് SEO എന്ന് പറയുന്നത്. ഈ SEO പ്രവർത്തിക്കുന്നത് വെച്ചാൽ ആരെങ്കിലും ഒരു യൂട്യൂബിൽ മലയാളം മോട്ടിവേഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ആദ്യം കാണിക്കും. അതായത് സെർച്ചിൽ ആദ്യം ടോപ്പിൽ കാണിക്കും. ഇങ്ങനെ നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് SEO ടൂൾ. ഓക്കെ, ഇങ്ങനെ ടോപ്പിലേക്ക് വന്നാൽ ഉപകാരം എന്താ, നമുക്ക് കൂടുതൽ ക്ലിക്ക് കിട്ടും, കൂടുതൽ വ്യൂസ് വരും, അതുപോലെ കൂടുതൽ റെക്കമെൻഡേഷൻസും നമ്മുടെ വീഡിയോസ് പോകും. അപ്പം നമ്മൾ SEO നല്ല രീതിയിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്താൽ നമ്മുടെ വീഡിയോസും സെർച്ചിലും റെക്കമെൻഡിലും കൂടുതൽ വരും. ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു 6 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് ഞാൻ SEO കറക്റ്റ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസിനൊക്കെ ഏകദേശം 1K 2K വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിന് മുകളിലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു 3 മാസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോസ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും 50 വ്യൂസ് 100 വ്യൂസ്. ഇത് ഞാൻ എന്ത് ചെയ്യണം, SEO പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിന് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, SEO നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൊടുത്ത വീഡിയോ കൂടുതൽ സെർച്ചിലേക്കും റെക്കമെൻഡിലേക്കും പോകാൻ സാധ്യതയുണ്ട്. പൊങ്ങക്കിൻ്റെ എന്താ പറയുക വീഡിയോയിൽ കേരം കാണാൻ പറ്റും. അപ്പോൾ ഇനി SEOയിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഈ SEOയിൽ പെടുന്നത് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഭാഗമാണ് നമ്മൾ ടൈറ്റിൽ. നമ്മൾ ചെയ്യാൻ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലിക്കബിൾ ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കുക. അതുപോലെ തംബ്നെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീവേഡ്സും ഉപയോഗിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ പറയാൻ മൈ ന്യൂ വീഡിയോ, അതല്ലെങ്കിൽ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കണി ന്യൂ ടേസ്റ്റി ബിരിയാണി റെസിപ്പി, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ സെർച്ചബിൾ വരുന്ന കീവേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടൈറ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ വരുന്നത് ടൈറ്റിലാണ്. രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആ വീഡിയോയിൽ എന്താണോ പറയുന്നത് വെച്ചാൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വ്ളോഗിൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ആ ചിക്കൻ ബിരിയാണിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതുക. അതുപോലെ ആ ചിക്കൻ ബിരിയാണി ഉപയോഗിച്ച റെസിപ്പി, അങ്ങനെ ആ ചിക്കൻ ബിരിയാണിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കീവേഡ്സും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ. മൂന്നാമത്തെ കാര്യമാണ് കീവേഡ്സ് ഓർ ടാഗ്സ്. അതായത് കീവേഡ്സ് ഓർ ടാഗ്സ് നമ്മൾ വീഡിയോ കൂടുതൽ സെർച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ന്യൂ ചിക്കൻ ബിരിയാണി റെസിപ്പി 2026, ചിക്കൻ ബിരിയാണി റെസിപ്പി മലയാളം, കുക്കിംഗ് വീഡിയോ മലയാളം ചിക്കൻ ബിരിയാണി, ടേസ്റ്റി ചിക്കൻ ബിരിയാണി, ഇങ്ങനെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെർച്ചിലേക്ക് പോകാൻ ചാൻസ് ഉള്ള കീവേഡ്സും ടാഗും കൊടുക്കുക. ടാഗും പിന്നെ നിങ്ങൾക്ക് അറിയില്ല, #ടാഗ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാം കുക്കിംഗ്, #ഫുഡ്, അങ്ങനെയുള്ള ടാഗും കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം ടാഗും കൊടുക്കാം. അപ്പം മൂന്നാമത്തെ പറയുമ്പോൾ കീവേഡ് ഓർ ടാഗ്. നാലാമത് പറയുമ്പോൾ നമ്മൾ തംബ്നെയിൽ പറയുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്ലിക്കബിൾ ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ChatGPT AI ഒക്കെ വെച്ചിട്ട് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി എൻ്റെ ചാനലിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഈ തംബ്നെയിൽ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നല്ല ബോൾഡായിട്ടുള്ള ടെക്സ്റ്റ്, നല്ല ക്ലിക്കബിൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തംബ്നെയിലും ഒക്കെ കൊടുത്താൽ ചെയ്യും SEO കൂടുതൽ മുകളിലേക്ക് എത്താൻ, അതായത് റെലവൻറ്റ് വീഡിയോസായിട്ട് കൂടുതൽ മുകളിൽ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുകളിൽ വന്ന നമ്മൾ വീഡിയോ കൂടുതൽ റെക്കമെൻഡേഴ്സും സെർച്ചും ക്ലിക്കബിളൊക്കെ കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് നല്ല വ്യൂസ് കിട്ടും ചെയ്യും. അടുത്തതാണ് ഓഡിയൻസ് റിട്ടൻഷൻ. അതായത് ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 മുതൽ 10 സെക്കൻഡ് വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ ചാനൽ. അതായത് ആദ്യത്തെ ഒരു 5 സെക്കൻഡ് ആളുകൾ സ്കിപ്പ് ചെയ്ത് ഇഷ്ടപ്പെട്ട ആ വീഡിയോ അവർ കൂടുതലായിട്ട് കാണും. ഇങ്ങനെ ഈ ഓഡിയൻസ് റിട്ടൻഷൻ കൂടിയാലും നമ്മുടെ ചാനൽ എന്തെങ്കിലും കൂടുതൽ റീച്ചിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കൂടുതൽ റീച്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ SEO ടൂൾസത്തെയും കൂടുതൽ മുകളിൽ വരും. അങ്ങനെ കൂടുതൽ മുകളിൽ വന്ന സെർച്ചിൽ നമ്മൾ വീഡിയോ ടോപ്പിൽ വരും. അങ്ങനെ സെർച്ചിൽ ടോപ്പിൽ വന്ന നമ്മൾ വീഡിയോക്ക് നല്ല രീതിയിൽ വ്യൂസ് വരും. അപ്പോൾ പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയുക, അതല്ലാതെ കൂടുതൽ ഒരു 2-3 മിനിറ്റ് ഇൻട്രോ കൊടുക്കാതെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരെ ഡയറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അടുത്താണ് എൻഗേജ്മെൻറ്റ് ആകുമ്പോൾ നമ്മൾ ചാനലിലേക്ക് കിട്ടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഈ ഒരു 3 സംഭവമാണ് എൻഗേജ്മെൻറ്റ്. അതായത് ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് നമുക്ക് എത്രത്തോളം ലൈക്ക് കിട്ടണോ, എത്രത്തോളം കമൻറ്റ് കിട്ടണോ, എത്രത്തോളം ഷെയർ കിട്ടണോ, അത്രത്തോളം നമ്മൾ വീഡിയോ ടോപ്പിലേക്ക് എത്തും. അങ്ങനെ ടോപ്പിലേക്ക് എത്തിയ ഈ ഒരു സെർച്ച് കമൻറ്റ് ലൈക്ക് പ്രകാരം നമുക്ക് നല്ല കൂടുതൽ എന്താ പറയുക വീഡിയോ റെക്കമെൻഡേഷൻ പോകും, സെർച്ചിലൊക്കെ എത്തും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മുടെ SEOൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതായത്
ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കീവേഡ്, ടാഗ്, തംബ്നെയിൽ, ഓഡിയൻസ് റൊട്ടേഷൻ, എൻഗേജ്മെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു 6 കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്ത് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ വീഡിയോയും കൂടുതൽ പേർക്ക് സെർച്ചിലേക്കും കൂടുതൽ റെക്കമെൻഡിലോട്ടും പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിൽ ഈ ഒരു SEO ഒക്കെ നല്ല രീതിയിൽ നല്ല പ്രോപ്പറായി കൊടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല വ്യൂസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരും. അതുവരേക്കും ബൈ.